പല സിനിമകളും മ്യൂസിക് പരിപാടികളും പിന്നെ ഗെയിംസ്, അതിപ്പോൾ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും കളിക്കുന്ന ഗെയിംസും ഇതെല്ലാം തന്നെ സെൻറ്റർ ചെയ്യുന്നത് പല ഒക്കൾട്ട് തീമുകൾ, പൈശാചികപരമായിട്ടുള്ള ചില തീംസും പിന്നെ വയലൻസും ഇമ്മോറാലിറ്റി, അതായത് അധാർമികതയും ഒക്കെയും സെൻറ്റർ ചെയ്താണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇത് നിമിത്തം ചിലർക്ക് ഭയം തന്നെ വരും. ദൈവത്തിൻ്റെ നീതിയുടെ ആ ഒരു ഫോക്കസിൽ നിന്ന് മാറ്റി മനുഷ്യരെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇവയൊക്കെ ആദ്യം നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല, ഹാംലെസ് ആണെന്ന്. പക്ഷേ അത് നിമിത്തം ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ഒക്കെ ആ ഒരു അന്തരീക്ഷമായിരിക്കും അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ചിലർക്ക് ആത്മഹത്യാ പ്രവണത പോലും വരാം. ഇപ്പോൾ തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള വയലൻസ് ആയിട്ടൊക്കെയുള്ള ഗെയിമുകൾ അവർ കമ്പ്യൂട്ടറിലും ഫോണുകളിലും ഒക്കെ കളിക്കുന്നെങ്കിൽ അവർക്ക് പിന്നീട് അവരുടെ ആ സ്വഭാവത്തിൽ തന്നെ അപ്രകാരം മറ്റുള്ളവരെ ഉപദ്രവിക്കണം, പലരെയും ഇല്ലാതാക്കണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ നിങ്ങൾ ന്യൂസിൽ കേട്ട് കാണും, വടക്കേ ഇന്ത്യയിൽ 3 സഹോദരിമാർ അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മുകളിലത്തെ, അവരെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവർ താഴേക്ക് ചാടി അവർ മരിച്ചു. എന്തുകൊണ്ടാണ് കാര്യം? അവരുടെ മാതാപിതാക്കൾ മൊബൈൽ ഫോണുകൾ എടുത്ത് മാറ്റി. അവർ മനസ്സിലാക്കിയത് ഈ 3 സഹോദരിമാരും കൊറിയൻ ഡ്രാമയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും എല്ലാം ഹെവി അഡിക്റ്റുകളായി അതിനെല്ലാം അടിമപ്പെട്ടിരുന്നവരാണ്. ഇപ്പോൾ ഈവൻ ക്രിസ്ത്യൻ പിള്ളേർ പോലും ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുഞ്ഞുകളിയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഫിലിപ്പിയർ 4:8 പറയുന്നത്, നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണം നാം ചിന്തിക്കുവാൻ. കാണുക നിസ്സാരമായ അലങ്കാരങ്ങളോ ആത്മീയ വാതിലുകളോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ.